ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്നും അഹമ്മദാബാദിലേക്കുള്ള യാത്രയാണിത്. രാജ്കോട്ട് വഴിയാണ് അഹമ്മദാബാദിലേക്ക് പോകേണ്ടത്. അതിനിടെ ഗോണ്ടൽ എന്നു പേരുള്ള പഴയൊരു നാട്ടുരാജ്യത്തിൻ്റെ ആസ്ഥാനവും കൊട്ടാരവുമെല്ലാം കാണണം. പാതയുടെ ഇരുവശവും കൃഷിയിടങ്ങളാണ്. കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഉയരുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളും പുതിയ കാല ഗുജറാത്തിൻ്റെ കാഴ്ച. വേനലിൻ്റെ മൂർധന്യത്തിലാണ് എൻ്റെ ഈ ഗുജറാത്ത് യാത്ര. മഴ കാത്തിരിക്കുന്ന വയലുകൾ. യന്ത്രവൽകൃത കൃഷിയാണ് ഇവിടെയെന്ന് ഈ വയൽക്കാഴ്ചകൾ വ്യക്തമാക്കുന്നു. നിലമുഴാനും വിതയ്ക്കാനും വളമിടാനും കൊയ്തുമെതിക്കാനുമെല്ലാം യന്ത്രങ്ങൾ. നേർത്ത വര പോലെയുള്ള ചാലുകളിൽ മുളയ്ക്കുന്ന വിത്തുകൾ യന്ത്രവൽകൃത കൃഷിയുടെ തെളിവാകുന്നു. ഗുജറാത്തിൻ്റെ ആകഭൂമിയുടെ വലിയൊരു ഭാഗവും ഇപ്പോഴും കൃഷിയോഗ്യമല്ലാതെ കിടക്കുകയാണ്. ജലദൗർലഭ്യമാണ് ഗുജറാത്തിലെ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സൗരാഷ്ട്ര മേഖലയിലെ വലിയ പ്രദേശങ്ങൾ ഉപ്പുവെള്ളം കയറി ചതുപ്പുകളായി കിടക്കുന്നുണ്ടെങ്കിലും അവയൊന്നും കൃഷിയോഗ്യമല്ല. കഴിഞ്ഞ 2 ദശകങ്ങൾക്കിടയിൽ ഗുജറാത്ത് കാർഷിക രംഗത്ത് വലിയ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അതേസമയം കർഷക ആത്മഹത്യകൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിക്കുണ്ടാകുന്ന തകർച്ചയാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. കൃഷിയിടങ്ങൾക്ക് നടുവിൽ കർഷക ഭവനങ്ങൾ കാണാം. പരന്ന വയലിന് നടുവിൽ ചെറിയൊരു മരക്കൂട്ടവും അതിനിടയ്ക്ക് വീടുകളും. പാടത്തേക്ക് ഇറക്കി നിർമ്മിച്ച ധാന്യ സംഭരണ കേന്ദ്രങ്ങൾ. വയലുകൾക്ക് നടുവിലെ ഈ നിരന്ന പാതയിലൂടെയുള്ള യാത്ര രസകരമാണ്. ഗോക്കാരൻ ഗ്രാമത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. പോർബന്ദറിലെ വലിയൊരു ഗ്രാമമാണ് ഗോക്കാരൻ. ഗ്രാമത്തിൻ്റെ ജനവാസ മേഖലയാണിത്. അവിടം പിന്നിടുമ്പോൾ വീണ്ടും കൃഷിയിടങ്ങളായി. ഇവിടെ കൗതുകകരമായ ഒരു കാഴ്ചയുണ്ട്. വലക്കൊട്ട കൊണ്ട് വായ്മൂടിയ 2 കാളകൾ. വളരെ ശ്രമപ്പെട്ടാണ് കലപ്പ വലിക്കൽ. കാരണം ഇതാണ്: ഒരു സന്തുഷ്ട കുടുംബം കലപ്പമേലിരിപ്പുണ്ട്. ചീർപ്പിന്റെ മുനകൾ ഭൂമിയിൽ ആഴത്തിൽ ഓടുന്നതിനായി അതിനുമേൽ ഭാരം കൊടുക്കുകയാണ് കുടുംബം. ഉണങ്ങിയ വയലിൽ ഈ ഭാരം വലിച്ചുള്ള പോക്ക് കാളകൾക്ക് ശ്രമകരമായ പണി തന്നെ. കിതച്ചും വലിച്ചും അവയങ്ങനെ സാവധാനം നീങ്ങുന്നു. കാളകൾ എത്രയോ കാലമായി തുടരുന്ന ജോലി തന്നെയാവാം. ഇത്തരത്തിലുള്ള നാടൻ കാഴ്ചകളും ഗുജറാത്തിന്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രകളിൽ ധാരാളമുണ്ട്. കാർഷിക മേഖലയാണ് ഇതെല്ലാം. ചെറുഗ്രാമങ്ങൾ, നിരന്ന കൃഷിയിടങ്ങൾ. യാത്ര തുടരുമ്പോൾ ഒരു നദിയുടെ മുകളിലെ പാലത്തിലേക്ക് എത്തുന്നു. വേണു നദിയാണിത്. ഭാദർ നദിയുടെ ഒരു കൈവഴിയാണ് വേണു. ഗുജറാത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്ന മേഖല തന്നെയാണിത്. ഇവിടെ ചെറിയൊരു ഡാം കാണാം. ഭാദർ 2 എന്ന വാട്ടർ റിസോഴ്സ് പ്രോജക്റ്റിന്റെ ഭാഗമായ ഡാം. 2000 ആണ്ടിലാണ് ഇത് കമ്മീഷൻ ചെയ്യപ്പെട്ടത്. നർമ്മദ പോലെ ഗുജറാത്തിൽ വിവാദമുണ്ടാക്കിയ ഒരു പ്രോജക്റ്റായിരുന്നു ഭാദർ 2. ഗുജറാത്തിൻ്റെ വലിയൊരു മേഖലയെ കൃഷിയുക്തമാക്കിയത് ഭാദർ പോലെയുള്ള നിരവധി പ്രോജക്റ്റുകൾ തന്നെയാണ്. പുതിയ കാലത്തെ ഹോട്ടലുകളും അപ്പാർട്ട്മെൻറ്റുകളുമെല്ലാം പണ്ട് കൃഷിയിടങ്ങളായിരുന്നിടത്ത് ഉയർന്നു വരുന്നതും കാണാം. കാർ ഗോണ്ടൽ എന്ന ഒരു പ്രദേശത്തേക്ക് അടുക്കുകയാണ്. ഗോണ്ടലിൻ്റെ പ്രാന്തങ്ങളിൽ ചെറു ഫാക്ടറികൾ കണ്ടു തുടങ്ങുന്നു. റിലയൻസിൻ്റെയും SRൻ്റെയും ഓയിൽ റിഫൈനറികളല്ലാതെ വൻകിട ഫാക്ടറികൾ സൗരാഷ്ട്ര മേഖലയിൽ അധികം കാണുന്നില്ല. ഗോണ്ടൽ പട്ടണത്തിൽ ഒന്ന് കയറിപ്പോകാനാണ് എൻ്റെ തീരുമാനം. ഗോണ്ടൽ എന്നത് പഴയൊരു നാട്ടുരാജ്യത്തിൻ്റെ പേരും അതിൻ്റെ തലസ്ഥാന നഗരവുമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗുജറാത്തിന് തന്നെ മാതൃകയായ ഒരു ചെറുപട്ടണമാണ് ഗോണ്ടൽ. റോഡുകൾ മുഴുവനും കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു. ഇടവഴികൾ വരെ ഇത്തരത്തിൽ കോൺക്രീറ്റ് കൊണ്ട് സൗകര്യപ്രദമാക്കിയിരിക്കുന്നത് കാണാം. പാതകൾക്കടിയിലൂടെ കേബിളുകളും മലിനജല കുഴലുകളും ശുദ്ധജല വിതരണ പൈപ്പുകളുമെല്ലാം പോകുന്നു. മുകൾ ഭാഗത്ത് പൊട്ടിപ്പൊളിഞ്ഞ സ്ലാബുകളോടെ ദുർഗന്ധം വമിക്കുന്ന ഓടകൾക്ക് പകരം റോഡിനടിയിലൂടെ മലിനജലം ഒഴുക്കുന്ന വിദ്യ ഇന്ത്യയിൽ തന്നെ ആദ്യമായി പരീക്ഷിച്ച പട്ടണങ്ങളിലൊന്നാണ് ഗോണ്ടൽ. പോർബന്ദറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഭേദപ്പെട്ട ഒരു പട്ടണം തന്നെയാണിത്.
ഇവിടം ഭരിച്ച മഹാരാജ ഭഗവന്ത് സിംഗ്ജിയാണ് ഗോണ്ടൽ കണ്ട ഏറ്റവും പ്രമുഖനായ സാമൂഹിക പരിഷ്കർത്താവ്. മികച്ച റോഡുകളും വിദ്യാലയങ്ങളും ആശുപത്രികളും ജലവിതരണ സംവിധാനവും മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുമൊക്കെ ഇവിടെ നടപ്പാക്കിയത് ഭഗവന്ത് സിംഗ്ജിയാണ്. ദർബാർഗഡ് എന്ന് പറയുന്ന ഗോണ്ടലിന്റെ കൊട്ടാരത്തിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. പക്ഷേ വഴിതെറ്റി എത്തിയത് ഒരു സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്കാണ്. ഗോണ്ടൽ സംഗ്രാംജി ഹൈസ്കൂൾ. സ്കൂൾ വിട്ട നേരമാണ്. 6 മണി കഴിഞ്ഞിരിക്കുന്നു. അതിമനോഹരമായ ഒരു ശിലാമന്ദിരമാണ് സ്കൂളിന്റെ പ്രധാന കെട്ടിടം. ഗോത്തിക് രീതിയിൽ 1885 നിർമ്മിതമായ വിദ്യാലയമാണിത്. ഗോണ്ടലിന്റെ മഹാരാജാവായിരുന്ന സർ ഭഗവന്ത് സിംഗ്ജിയാണ് സ്ഥാപകൻ. ബ്രിട്ടനിലെ പ്രമുഖ വിദ്യാലയമായിരുന്ന ഈറ്റൺ കോളേജിന്റെ അതേ മാതൃകയിലാണ് ഭഗവത് സിംഗ്ജി തന്റെ നാട്ടിൽ വിദ്യാലയം പണിതത്. സൗരാഷ്ട്രയിൽ രാജഭരണകാലത്ത് ഇംഗ്ലീഷ് മാതൃകയിൽ നിർമ്മിച്ച ഇത്തരം നിരവധി വിദ്യാലയങ്ങളുണ്ട്. സ്കൂൾ ഗ്രൗണ്ടിൽ ഇന്ത്യയിൽ എവിടെയും എന്നതുപോലെ ഒരു പിച്ചും ക്രിക്കറ്റ് കളിക്കാരുമുണ്ട്. അവരെ പിന്നിട്ട് മൈതാനത്ത് ഒന്ന് വട്ടം കറങ്ങി പുറത്തേക്കിറങ്ങുകയാണ്. ദർബാർഗഡ് അന്വേഷിച്ചാണ് വീണ്ടും യാത്ര. ഗോണ്ടൽ നഗരത്തിന്റെ പ്രധാന സ്ട്രീറ്റാണിത്. രാജഭരണകാലത്ത് ഏറെ സജീവമായിരുന്ന തെരുവുകൾ, നൂറ്റാണ്ടുകളായി കച്ചവടം നടന്നുവരുന്ന കെട്ടിടങ്ങൾ, ഗുജറാത്തിന്റെ വാണിജ്യ പാരമ്പര്യത്തിന്റെ സാക്ഷികളായി നിറം മങ്ങിയ കെട്ടിടങ്ങൾ തലയുയർത്തി നിൽക്കുന്നു. തെരുവിൽ അങ്ങേയറ്റത്ത് ഒരു പടിപ്പുരയുണ്ട്. ദർബാർഗഡിന്റെ തുടക്കം അവിടെ നിന്നാണെന്നാണ് അറിവ്. ആധുനിക കാലത്തെ ഒരു നിർമ്മിതി പോലെയുണ്ട് പടിപ്പുര. ഇതിവിടുത്തെ മാർക്കറ്റ് ഏരിയയാണ്. ഏതൊരു ഉത്തരേന്ത്യൻ പട്ടണത്തിന്റെയും കാഴ്ചകൾ തന്നെയാണ് ഈ തെരുവുകളും പകർന്നു തരുന്നത്. ദൂരെ നിന്ന് കണ്ടതുപോലെയല്ല, ബൃഹത്തായൊരു നിർമ്മിതി തന്നെയാണ് പടിപ്പുര. അതിന്റെ കമാനച്ചുവട്ടിലും കച്ചവടം നടക്കുന്നുണ്ട്. വേരി ദർവാജ എന്നാണ് ഗുജറാത്തി ഭാഷയിൽ ഈ പടിപ്പുര അറിയപ്പെടുന്നത്. ദർബാർഗഡിലേക്ക് ഇനിയും പോകാനുണ്ട്. ഗോണ്ടലിന്റെ തെരുവുകളിലൂടെ കൊട്ടാരം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. 17-ാം നൂറ്റാണ്ടിൽ തന്നെ സമ്പന്നമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഗോണ്ടൽ. ജഡേജ രാജവംശത്തിലെ താക്കൂർ ശ്രീ കുംഭോജി മേരാമൻജി എന്ന രാജകുമാരൻ 1634 ഈ രാജ്യം സ്ഥാപിച്ചതെന്നാണ് ചരിത്രം. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഗോണ്ടൽ ആധുനിക രീതിയിൽ വികസിച്ചത്. വണിക്കുകളുടെ നാടായിരുന്നു ഗോണ്ടൽ. കച്ചവടത്തിലൂടെ സമൃദ്ധിയിലേക്ക് വളർന്ന രാജ്യം. ആ പാരമ്പര്യം മുഴുവൻ ഇവിടെ വഴിയരികിലുള്ള പല കെട്ടിടങ്ങളിലും കാണാം. ഒടുവിൽ കാർ കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് ഗോണ്ടലിലെ പ്രധാന കൊട്ടാരം. ഇവിടെയായിരുന്നു രാജാവ് വസിച്ചിരുന്നതും. പശുക്കൾ വെയിൽ കാഞ്ഞു കിടക്കുന്ന ചത്തുരത്തിന് പിന്നിൽ വലിയൊരു പടിപ്പുര. സായന്തന വെയിൽ കറുത്ത കൽക്കെട്ടുകൾക്ക് മഞ്ഞ നിറം പകരുന്നു. 17-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ക്ലോക്ക് ടവർ. ഘടികാരം നിലച്ചുപോയിരിക്കുന്നു. ചെറിയ തകരാറുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്രൗഢമായ ഒരു ശിലാനിർമ്മിതിയാണ് പടിപ്പുര മാളിക. ഇതാണ് ദർബാർഗഡ് കൊട്ടാരത്തിലേക്കുള്ള പ്രധാന കവാടം. ഗോണ്ടലിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പഴയ ബൃഹത്തായ നിർമ്മിതികളിലൊന്നാണ് നവലഖ പാലസ് എന്നുകൂടി വിളിപ്പേരുള്ള ദർബാർഗഡ് കൊട്ടാരം. പടിപ്പുരയിലൂടെ ഞാൻ കൊട്ടാരത്തിനകത്തേക്ക് നടക്കുകയാണ്. മുറ്റത്ത് ഒരു കാവൽക്കാരൻ കാറ്റുകൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ എത്തുന്ന ആദ്യത്തെയും അവസാനത്തെയും അതിഥി ഞാനാണെന്ന് തോന്നുന്നു. മുന്നിലുള്ളതാണ് രാജാവ് വസിച്ചിരുന്ന കൊട്ടാരക്കെട്ട്. വലതുവശത്ത് കാണുന്നത് സ്ത്രീകളുടെ കൊട്ടാരമാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എൽ ആകൃതിയിലാണ് കൊട്ടാരക്കെട്ടുകൾ. ജനന പാലസ് എന്നൊരു പേരുകൂടിയുണ്ട് ഇതിന്. കുറെ ഭാഗം ആധുനിക കാലത്ത് പെയിന്റ് അടിച്ച് വികൃതമാക്കിയിട്ടുണ്ടെങ്കിലും ചരിത്രപരമായ ഒരു ചന്തം കൊട്ടാരക്കെട്ടിനുണ്ട്. കൊട്ടാരം കാണാൻ ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞ് കാവൽക്കാരൻ 200 രൂപയുടെ ഒരു ടിക്കറ്റ് എനിക്ക് മുറിച്ചു തന്നു. ഞാനത് സന്തോഷപൂർവ്വം വാങ്ങി. ഈ കൊട്ടാരം സംരക്ഷണ ചെലവിലേക്ക് എന്റെ 200 രൂപ കൂടി ചേരട്ടെ.
എന്നും സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങൾ തന്നെയാണല്ലോ ഇതെല്ലാം. മനോഹരമായ ശില്പവേലകൾ. സാൻഡ്സ്റ്റോണിൽ നിർമ്മിച്ച കൊട്ടാരമാണ്. കല്ലിൽ കുത്തിയ തൂണുകൾ, മരം കൊണ്ടുള്ള ഇരട്ട തൂണുകളും കാണാം. സ്ത്രീകൾ വസിച്ചിരുന്ന കൊട്ടാരത്തിന്റെ ഒരു ഭാഗം മാത്രമാണിത്. അതിനുള്ളിലേക്ക് ഇത്തരത്തിലുള്ള ചില ഇടവഴികളുണ്ട്. അത് കടന്നെത്തുക വലിയ നടുമുറ്റത്തേക്കാണ്. പുരാതന ക്ഷേത്രങ്ങളിൽ ഉണ്ടായിരുന്ന തരം തൂണുകൾ. മനോഹരമാണ് തൂണുകളുടെ ക്യാപിറ്റലിലെ കൊത്തുപണികൾ. അതിബൃഹത്തായ ഒരു കൊട്ടാരമൊന്നുമല്ല ഇത്. പോർബന്തറിലും മറ്റും കണ്ട നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് വലിപ്പം കുറവാണെന്ന് പറയാം. നേരെ മുന്നിൽ ഇക്കാണുന്നതാണ് പ്രധാന കൊട്ടാരം. രാജാവ് വസിച്ചിരുന്ന കൊട്ടാരം. ഗംഭീരമായ കൊത്തുപണികളുടെയും ശില്പവേലകളുടെയും ഒരു കൊട്ടാരമാണത്. 1748 ഈ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. ഇടതുഭാഗത്ത് മതിലിനോട് ചേർന്ന് കുറെ കൽപ്പടവുകളുണ്ട്. അത് കയറിയാൽ എത്തുക കൊട്ടാരത്തിൽ ഭരണപരമായ കാര്യങ്ങളിലെ ഏറ്റവും പ്രത്യേകതയാർന്ന സ്ഥലത്തേക്കാണ്. രാജാവിന്റെ തന്ത്രപ്രധാന കാര്യാലയങ്ങൾ പ്രവർത്തിച്ചിരുന്നത് അവിടെ 2ാം നിലയിലാണ്. ദർബാർ ഹോളും അവിടെയാണ്. കറുത്ത കൽപ്പടവുകൾ. ഗോണ്ടൽ എന്ന രാജ്യത്തിന്റെ എത്രയോ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ പടവുകളാണ്. കത്യാവാർ ഏജൻസി എന്ന മുൻപറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യ ശ്രേണിയിലെ താരതമ്യേന ചെറിയൊരു രാജ്യമായിരുന്നു ഗോണ്ടൽ. 1634 മേരാമൻജി എന്ന രാജാവ് തന്റെ രാജ്യം പകുത്ത് ഏതാനും ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശം മൂത്ത മകൻ കുംബോജിക്ക് നൽകുമ്പോൾ തുടങ്ങുന്നു ഈ രാജ്യത്തിന്റെ ചരിത്രം. അങ്ങനെ ഒരു നാടുവാഴിയായി കുംബോജി ഭരണം തുടങ്ങി. അദ്ദേഹത്തിന്റെ പരമ്പരയിലെ കുംബോജി 4ാമന്റെ കാലമായപ്പോഴേക്കും ഗോണ്ടൽ ശക്തമായ ഒരു രാജ്യമായി വളർന്നു കഴിഞ്ഞിരുന്നു. കൊത്തുപണികളോടുകൂടിയ മനോഹര നിർമ്മിതി. 2ാം നിലയിൽ ഈ ഭാഗങ്ങളായിരുന്നു രാജഭരണകാലത്ത് ഏറ്റവും തന്ത്രപ്രധാനം. ദർബാർ ഹോളും പ്രധാനപ്പെട്ട ഓഫീസുകളും ഈ നിലയിലാണ്. മുകളിലെ നിലയിലെ മുറികളാവട്ടെ രാജാവിന്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ളവയായിരുന്നു. ചെറിയൊരു നടുമുറ്റം. ഒരു ഭാഗത്ത് നിരവധി തൂണുകളുള്ള ഒരു പൗലിയൻ. അതിലൂടെ നടക്കുമ്പോൾ കൊട്ടാരമുറ്റം കാണാം. നേരെ മുന്നിൽ ഞാൻ കൊട്ടാരക്കെട്ടിലേക്ക് കയറി വന്ന പടിപ്പുര. ഇടതുവശത്ത് സ്ത്രീകൾക്കുള്ള കൊട്ടാരം. 2ാം നിലയിലെ നടുമുറ്റം നല്ല കാറ്റു ലഭിക്കുന്ന കൽബഞ്ചുകളോടുകൂടെ പൗലിനുകൾ അതിരിടുന്ന ഒരു സുന്ദര ഭാഗമാണ്. ഈ പുരാതന കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ മിഴിവില്ലാതെ കിടക്കുന്നത് കാണുക വിഷമകരമാണ്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി പഴമയുടെ പ്രൗഢി നിലനിർത്തും വിധം സംരക്ഷിച്ചു നിർത്തേണ്ടതു തന്നെയാണ് ഇത്. സൗരാഷ്ട്ര മേഖലയിൽ 18ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട മിക്ക കൊട്ടാരങ്ങളിലും ക്ഷേത്രങ്ങളിലേതുപോലുള്ള ഇത്തരം കൊത്തുപണികൾ കാണാം. വലിയ ജാലകങ്ങളും ചുവരിലെ അനവധിയായ ചിത്രപ്പണികളും യൂറോപ്യൻ ഇന്ത്യൻ വാസ്തുകലയുടെ മേളനമാണ്. ഏതോ ശില്പികൾ കല്ലിൽ രചിച്ച കവിതാശകലങ്ങൾ കണ്ടുകൊണ്ട് ഞാനങ്ങനെ നടക്കുകയാണ്. കൊട്ടാര നിർമ്മാണത്തിനായി അക്കാലത്തെ 9 ലക്ഷം നാണയം വ്യയം ചെയ്യേണ്ടി വന്നുവെന്നും അതിനാലാണ് ഇതിന് നവലാഖ പാലസ് എന്ന് പേരുണ്ടായതെന്നും പുരാവൃത്തം. ഗോണ്ടലിൽ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന ഒരു ഇടം കൂടിയാണ് ഇപ്പോൾ ഈ കൊട്ടാരമുറ്റം. അതിനായുള്ള വേദിയൊക്കെ മുറ്റത്ത് ഒരുക്കിയിട്ടുണ്ട്. നവലഖ പാലസിന്റെ താഴത്തെ നിലയിലേക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഗോണ്ടലിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന മഹാരാജ ഭഗവന്ത് സിംഗ് ജിയുടെ ഒരു സ്വകാര്യ മ്യൂസിയം ഇപ്പോൾ ഇവിടെയുണ്ട്. രാജാവ് പല നാടുകളിൽ നിന്ന് ശേഖരിച്ച അപൂർവ വസ്തുക്കൾ, വേട്ടയാടിയ മൃഗങ്ങളുടെ സ്റ്റഫ് രൂപങ്ങൾ, ആയുധങ്ങൾ, മഹാരാജാവിന് 50ാം പിറന്നാൾ ദിനത്തിൽ ലഭിച്ച സവിശേഷ സമ്മാനങ്ങൾ, പഴയ കൊട്ടാരം ഫർണിച്ചറുകൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഇതാണ് ജനന പാലസ്. ഞാനതിന്റെ ഉൾഭാഗത്തേക്ക് നടക്കുകയാണ്.
കമാനത്തോടു കൂടിയ ഒരു ചെറിയ ഇടനാഴി കടന്നു വേണം നടുമുറ്റത്തെത്താൻ. ഇടനാഴിയുടെ ഇരുവശത്തും മുകളിലേക്കുള്ള ഗോണിക്കെട്ടുകൾ. അത് കടന്നു ചെല്ലുന്നത് വിശാലമായ ഒരു കെട്ടിടത്തിന്റെ കാഴ്ചയിലേക്കാണ്. ഓരോ ഇടനാഴി കടക്കുമ്പോഴും ഇത്തരം വിശാലമായ കൊട്ടാരക്കെട്ടുകളുണ്ട് ഇവിടെ. ഓടുമേഞ്ഞിരിക്കുന്ന ഈ കെട്ടിടം 19-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അക്കാലത്ത് കൊട്ടാരത്തിന്റെ അതിഥി മന്ദിരമായിരുന്നു ഇത്. വിദേശികൾ ഉൾപ്പെടെ ഒട്ടേറെ അതിഥികൾ വന്ന് വസിച്ച ഇടം. ഇന്ത്യയുടെ മഹത്തായ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും അവശേഷിപ്പുകൾ തന്നെയാണ് ഇത്തരത്തിലുള്ള ഓരോ കൊട്ടാരവും. ഈ കൊട്ടാരങ്ങളെല്ലാം ഒരു 5 നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇങ്ങനെ തന്നെ ഉണ്ടാവുമോ എന്ന് നാം ഇപ്പോൾ ചിന്തിക്കണം. 500 വർഷത്തിനു ശേഷം വരുന്ന നമ്മുടെ തലമുറകൾ ഇത് കാണുകയും അവരുടെ പാരമ്പര്യത്തിൽ അഭിമാനം കൊള്ളുകയും വേണം. പാരമ്പര്യ പ്രതീകമായി അന്ന് കുറെ വൃത്തി കുറഞ്ഞ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ മാത്രമല്ല അവശേഷിക്കുക എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ചിന്തയോടെയാണ് ഗോണ്ടൽ പാലസിൽ നിന്നും ഞാൻ മടങ്ങുന്നത്. ഗോണ്ടലി നദിയുടെ തീരത്തെ പട്ടണമാണ് ഗോണ്ടൽ. ഇന്ത്യയിൽ സ്ത്രീ പുരുഷന്മാർക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നടപ്പാക്കിയ ചുരുക്കം ചില നാട്ടുരാജ്യങ്ങളിലൊന്നാണ് ഗോണ്ടൽ. മഹാരാജ ഭഗവന്ത് സിംഗ് ജിയുടെ കാലത്തായിരുന്നു അത്. ഹിന്ദു സമൂഹത്തിലെ സ്ത്രീകൾ പർദ്ദ ധരിക്കണമെന്ന നിർബന്ധിത ആചാരം നീക്കം ചെയ്ത ഭരണാധികാരി കൂടിയായിരുന്നു ഭഗവന്ത് സിംഗ് ജി. ഗോണ്ടൽ പട്ടണഹൃദയം പിന്നിട്ട് നീങ്ങുമ്പോൾ ഒരു വലിയ ക്ഷേത്ര കോംപ്ലക്സിന്റെ പടിപ്പുര കാണാം. അതിമനോഹരമായ ഒരു പടിപ്പുര. ഇവിടുത്തെ പ്രശസ്തമായ സ്വാമിനാരായൺ ക്ഷേത്രത്തിന്റെ പടിപ്പുരയാണിത്. 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഉയർന്ന ക്ഷേത്രവിസ്മയങ്ങളാണ് സ്വാമിനാരായൺ ക്ഷേത്രങ്ങളെന്നു പറയാം. 1781 ജനിക്കുകയും 49-ാം വയസ്സിൽ നിർവ്വാണം പ്രാപിക്കുകയും ചെയ്ത സഹജനാനന്ദ് സ്വാമി എന്ന സ്വാമിനാരായണന്റെ അനുയായികളാണ് ഹിന്ദുമതത്തിന് ഉണർവേകാൻ ഇത്തരം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു നവോത്ഥാനം തന്നെയാണ് ഇത്തരം ക്ഷേത്ര കോംപ്ലക്സുകളുടെ നിർമ്മാണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഹിന്ദുക്കൾ മാത്രമല്ല, ഇസ്ലാം സൗരാഷ്ട്രീയൻ മതക്കാരും സ്വാമിനാരായൺ വിശ്വാസികളായുണ്ട്. ക്ഷേത്രത്തിനകത്തേക്ക് ക്യാമറയുമായി പ്രവേശനമില്ലാത്തതിനാൽ ഞാൻ പടിപ്പുരയിൽ നിന്നുകൊണ്ട് ഷോട്ടുകൾ എടുക്കുകയാണ്. ഗുജറാത്തിൽ അഹമ്മദാബാദ് ഉൾപ്പെടെ പ്രധാന പട്ടണങ്ങളിലെല്ലാം സ്വാമിനാരായൺ ക്ഷേത്രങ്ങളുണ്ട്. ധാമി, ഗുരുപരമ്പര, ധാം, മുക്ത, ഘനശ്യാം മഹാരാജ് എന്നിവയാണ് ക്ഷേത്രത്തിൽ കാണുന്ന പ്രതിഷ്ഠകൾ. മനോഹരമായ ഒരു ക്ഷേത്ര കോംപ്ലക്സ് തന്നെയാണിത്. 1934 ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. ദീപാവലി, ശരത് പൂർണിമ, യോഗി ജയന്തി എന്നീ ദിനങ്ങളിൽ ഇവിടെ ഗംഭീര ആഘോഷങ്ങളും നടക്കാറുണ്ട്. വർണ്ണങ്ങൾ കൊണ്ട് ചുട്ടികുത്തിയ ഒരു ചക്കടാവണ്ടി കടന്നുപോകുന്നു. അത് പിന്നിട്ട് സ്വാമിനാരായൺ ക്ഷേത്രത്തിന്റെ അലങ്കാര കമാനം കടന്ന് ഹൈവേയിലേക്ക് കയറിയിരിക്കുന്നു. പോർബന്ദറിൽ നിന്നും അഹമ്മദാബാദ് വരെ നീണ്ടുകിടക്കുന്ന സ്റ്റേറ്റ് ഹൈവേ. നേരം ഇരുട്ടി തുടങ്ങുന്നു. നിരന്ന വയലുകൾക്കപ്പുറം സൂര്യൻ താഴ്ന്നു കഴിഞ്ഞു. 8 മണി കഴിഞ്ഞിരിക്കുന്നു. മാനത്ത് അമ്പ്ലിക്കല. ഗുജറാത്തിലെ 2 ദിവസത്തെ സന്ദർശനം അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വരണം ഈ സംസ്ഥാനത്തേക്ക്. പക്ഷേ ഇന്ന് ഗുജറാത്തിനോട് യാത്ര പറയണം. മറ്റൊരു ഇന്ത്യൻ പട്ടണത്തിലേക്കുള്ള യാത്ര തന്നെയാണ് ഇനി. ഇവിടെ ഹൈവേയോട് ചേർന്ന് ഇത്തരം ചില സ്ഥാപനങ്ങളുണ്ട്. ഹൈവേ ഫുഡ് മാൾ. യൂറോപ്പിലെയും അമേരിക്കയിലെയും ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് സാധാരണയായി ഇത്തരം ഫുഡ് മാളുകൾ കണ്ടിട്ടുള്ളത്. വലിയൊരു ഫുഡ് കോർട്ടാണിത്. ഭക്ഷണ സാധനങ്ങളുടെ വിപുലമായ കോർട്ട്. സബ്വേ, കഫേ കോഫി ഡേ തുടങ്ങിയ പ്രശസ്ത ബ്രാൻഡുകളെല്ലാം ഇവിടെ ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ നിരന്നിരിക്കുകയാണ്. ഇന്റർനാഷണൽ ചെയിനുകളുടെയും ഇന്ത്യൻ ബ്രാൻഡുകളുടെയും സ്റ്റാളുകൾ. നമുക്ക് എവിടെ നിന്നും ഭക്ഷണം വാങ്ങാം. നിരത്തിയിട്ടിരിക്കുന്ന കസേരകളിൽ ചെന്നിരുന്ന് കഴിക്കാം. ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കെട്ടിടത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ കേരളത്തിൽ ഉണ്ടാവാത്തതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. പടിഞ്ഞാറൻ സംസ്കാരത്തിലെ നല്ലതിനെയെല്ലാം സ്വാംശീകരിക്കുകയാണ് ഇപ്പോൾ ഗുജറാത്തിന്റെ ഭരണാധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിന് കനം കൂടുകയാണ്.
ഗുജറാത്തിനോട് തൽക്കാലം വിട.